പ്രേം നസീറിന്റെ ജീവിതവും സിനിമയും കോർത്തിണക്കിയ നിത്യഹരിതം എന്ന പുസ്തകം നടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും ചേർന്ന് പ്രകാശനം ചെയ്തു. പ്രേം നസീർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ചടങ്ങ്. നസീറിന്റെ ഓർമ്മകൾ പെയ്തിറങ്ങിയ സായാഹ്നത്തിന് സാക്ഷിയാകാൻ നിരവധി പേരാണ് എത്തിയത്. മലയാള സിനിമയിലെ ആദ്യ സൂപ്പർ താരമായ പ്രേം നസീറിനെ കുറിച്ചുള്ള സമഗ്ര പഠനമാണ് നിത്യഹരിതം എന്ന പുസ്തകം. മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച നടനായ നസീർ യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്ന് തുറന്നു കാണിക്കുന്നതാണ് 1000 താളുകളുള്ള ഈ ഗ്രന്ഥം. പ്രേം നസീർ ഫൗണ്ടേഷനാണ് പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. ഫൗണ്ടേഷനു വേണ്ടി ആർ ഗോപാലകൃഷ്ണനാണ് നിത്യഹരിതം തയ്യാറാക്കിയിരിക്കുന്നത്. 10 ഭാഗങ്ങളാണ് പുസ്തകത്തിനുള്ളത്. ഓരോ ഭാഗത്തിനും നിത്യഹരിത നായകൻ അഭിനയിച്ച സിനിമകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്. പ്രേം നസീറിന്റെ അപൂർവ ചിത്രങ്ങളും പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 18 മാസമെടുത്താണ് ഫോട്ടോഗ്രാഫർ കൂടിയായ ഗോപാലകൃഷ്ണൻ ഈ സമഗ്ര ഗ്രന്ഥം തയ്യാറാക്കിയത്. നടന്മാരായ മോഹൻലാലും മമ്മൂട്ടിയും ചേർന്ന് നടി കവിയൂർ പൊന്നമ്മയിൽ നിന്നും പുസ്തകം ഏറ്റുവാങ്ങി പ്രകാശനം ചെയ്തു. സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീകുമാരൻ തമ്പി പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മലയാള സിനിമയ്ക്ക് പകരം വയ്ക്കാനില്ലാത്ത നടനും വ്യക്തിയുമായിരുന്നു പ്രേം നസീർ എന്ന് മമ്മൂട്ടി പറഞ്ഞു. പകരക്കാരനായി വന്ന ആളായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം ആദ്യം എന്നോട് ചോദിച്ച വാക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് പകരം വന്ന ആളാണ് അല്ലേ എന്ന് ചോദിച്ചു. പ്രേം നസീറുമായുള്ള ഓർമ്മകൾ മോഹൻലാലും സദസ്സുമായി പങ്കുവച്ചു. നസീർ സാറിൻ്റെ കൂടെ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു അഭിമാനമായി കാണുന്ന ഒരാളാണ് ഞാൻ. മലയാളത്തിന്റെ അനശ്വര നടന്റെ ഓർമ്മകൾ കൊണ്ട് നിറഞ്ഞ പരിപാടിയിൽ നിരവധി പ്രമുഖർ സംസാരിച്ചു. പ്രേം നസീറിന്റെ സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ഒത്തുചേരൽ കൂടിയായി മാറി എറണാകുളം TDM ഹാളിൽ നടന്ന പരിപാടി. മീഡിയ 1 കൊച്ചി.